ഫ്ലോ ഹണി മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലെല്ലാം സാധാരണയായിട്ട് പലതരം വിഭവം, മെയിനായിട്ടൊരു എന്താ പറയുക, സാധാരണ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മലയാളികളാണ് ചോറും കറികളും ഒക്കെ തന്നെയാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. അതിൽ തന്നെ വ്യത്യസ്തമായ പലതരം പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. മീനിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇറച്ചികളുടെ കാര്യത്തിലാണെങ്കിലും പലതരം ഇറച്ചി നമ്മൾ വീട്ടിൽ വാങ്ങാറുണ്ടല്ലോ. അതുകൂടാതെ വെജിറ്റേറിയൻ ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ചില സ്പെഷ്യൽ വിഭവങ്ങൾ ഒരു പക്ഷേ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചതാകാം. അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒന്നുകൂടി അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാനായിട്ടൊരു ശ്രമം ചില വീട്ടമ്മമാർ നടത്താറുണ്ട്. എന്താണെങ്കിലും ബേക്കറി സാധനങ്ങൾ കാണുമ്പോൾ പലപ്പോഴും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, വലിയ പാടല്ലേ എന്നൊക്കെ വിചാരിക്കുന്നവരാണ് ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാരെ ബേക്കിങ്ങിൽ വളരെയധികം നൈപുണ്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ ഐസിങ്ങുകളും വ്യത്യസ്തമായ ഫ്ലേവേഴ്സൊക്കെ കൊടുത്ത് വെറൈറ്റി കേക്ക്സ് ഒക്കെ ധാരാളം ഉണ്ടാക്കുന്നുണ്ട്, പേസ്ട്രീസ്. എങ്കിലും കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടറിയുന്ന ചില പ്രത്യേക കേക്ക്സ് അല്ലെങ്കിൽ പലതരം പേസ്ട്രീസ്, ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സത്യത്തിൽ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എല്ലാ വീട്ടമ്മമാരും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ എക്സ്പേർട്സ് ആണെന്ന് പറഞ്ഞാൽ അത് ഒരു തെറ്റായിരിക്കാം. പക്ഷേ അല്ലാത്ത സാധാരണക്കാരായ ആൾക്കാരുണ്ട്, സാധാരണക്കാരായ വീട്ടമ്മമാർ. അവർക്ക് ഒരിടത്തും പോയി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഉണ്ടാക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അവരുണ്ടാക്കി നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ പുതിയ പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബേക്ക്ഡ് ഐറ്റം തന്നെയാണ്, ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇതും വളരെ പ്രസിദ്ധമായൊരു ഐറ്റമാണ്, പല മുന്തിയ ബേക്കറികളിലും വാങ്ങാൻ കിട്ടുന്നതുമാണ്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതൊരു ബനാന ബ്രെഡാണ്. അപ്പോൾ സാധാരണ ബനാന ബ്രെഡല്ല, ഇതൊരു ചോക്കോ ചിപ്പ് ബനാന ആൻഡ് വാൾനട്ട് ബ്രെഡ്. അപ്പോൾ ബ്രെഡ് എന്ന് പറഞ്ഞാലും ഏതാണ്ട് കേക്കിൻ്റെ ടെക്സ്ചറാണ്, അത്രത്തോളം സോഫ്റ്റ് അല്ലായിരിക്കാം. കേക്ക് പോലെ എന്ന് പറയാം, പക്ഷെ ഒരു ലോഫ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ലോഫ് എന്ന് പറയുമ്പോൾ ഒരു ബ്രെഡിൻ്റെ ഷേപ്പ്, അങ്ങനെ നമുക്ക് സ്ലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേര്, അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. പല മുന്തിയ ബേക്കറീസിലുണ്ട്. ഒരു സ്ലൈസ് അല്ലെങ്കിൽ ആ ലോഫിൻ്റെ ഒരു സ്ലൈസിന് പോലും ഭയങ്കര വിലയാണ്. ഒരു പീസിന് തന്നെ ചിലപ്പോൾ ഒരു 40 രൂപ കൊടുത്തായിരിക്കും വാങ്ങുന്നത്. 40 to 45 റുപ്പീസ്, നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത്ര എക്സ്പെൻസ് ഒന്നും ആവില്ല, അത്രയും വിലയൊന്നും ആവില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ബനാന, അപ്പോൾ ചോക്കോ ചിപ്പ് ബനാന വാൾനട്ട് ലോഫ് അല്ലെങ്കിൽ ബ്രെഡ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും നമ്മുടെ ലോഫിലുണ്ടാകും. എന്താണ്? വാൾനട്ട്സ് ഉണ്ടാകും, ചോക്കോ ചിപ്സ് ഉണ്ടാകും, അതായത് ചോക്ലേറ്റ് ഫ്ലേവർ കൊടുക്കുന്ന ചോക്ലേറ്റിൻ്റെ ചിപ്സാണ്, ചോക്ലേറ്റിൻ്റെ ചെറിയ ചെറിയ പീസസ്. കൂടാണ്ട് ബനാന എന്ന് പറയുമ്പോൾ റോബസ്റ്റ പഴം. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി ചേർന്ന് വരുന്ന ബ്രെഡ് പോലെ ഇരിക്കുന്ന ഒരു കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ മാവ് 2 കപ്പ്, റോബസ്റ്റ പഴം നന്നായി പഴുത്തത് 3 വലുത്, മുട്ട 1 എണ്ണം, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോഡാപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, വെണ്ണ 100 ഗ്രാം, വാൾനട്ട്സ് ചെറുതായി നുറുക്കിയത് 1/2 കപ്പ്, പാൽ 6 ടേബിൾ സ്പൂൺ, ചോക്കോ ചിപ്സ് 3/4 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. അങ്ങനെ നമ്മുടെ ചോക്കോ ചിപ്പ് ബനാന വാൾനട്ട് ബ്രെഡ് തയ്യാറാക്കാൻ തുടങ്ങാൻ പോവാണ് ഞാൻ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈദ മാവ് 2 കപ്പ് തട്ടി എടുക്കണം, കറക്റ്റായിട്ട് 11 കപ്സ്. അതിനകത്തേക്ക് പൊടികളെന്ന് പറയുമ്പോൾ ആദ്യം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ അതിനോടൊപ്പം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ സോഡാപ്പൊടി 1/2 ടീസ്പൂൺ. എല്ലാം മെഷർമെൻറ്റ്സ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, എന്നാലേ കറക്റ്റ് പാകത്തിന്. ഇപ്പോൾ ഞാൻ ഏത് കാര്യമാണെങ്കിലും നമ്മൾ ആ റെസിപ്പി ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റ് പക്കയായിട്ട് എടുക്കുക. 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നെ നമുക്കെന്താ ഏതാണ്ടൊരു 1/4 ടീസ്പൂണോളം ഉപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നല്ലൊരു നുള്ളിട്ടാലും മതിയാകും, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവ് ഉപ്പ്. 3 കാര്യങ്ങൾ. ഇപ്പോൾ ആദ്യം അതൊന്ന് സ്പൂൺ കൊണ്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യും. അതൊരു എന്താ പറയുക, ഒരു എയർ അല്ലെങ്കിൽ അതിൽ കുറച്ച് നന്നായിട്ടത് മാവ് നല്ലതായിട്ട് പൊലിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നന്നായിട്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്റ്റെയർ ചെയ്യുന്നത് നല്ലതാണ്, ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മളിതൊന്ന് ഇടഞ്ഞെടുക്കാം. ഇടയാനായിട്ട് ഒരു അരിപ്പയിലൂടെ ഇടയും. അപ്പോൾ ആദ്യം സ്പൂൺ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആക്കി അതിനൊരു മൂവ്മെൻ്റ് ഒക്കെ കൊടുത്തു, ഒരു ബഹളമൊക്കെ കൊടുത്ത്. അപ്പോൾ ഇങ്ങനെ സ്പൂണൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ അതൊന്ന് എന്താ പറയുക, ചെറിയൊരു അനക്കം തട്ടും.
അപ്പോൾ അതിനൊരു ലൈഫ് ഉണ്ടാകും, കുറച്ച് ജീവൻ വയ്ക്കും. അങ്ങനെയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടയേണ്ടത്. അപ്പോൾ ഇടഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ ഒരുപോലെ എത്തും. ഇനി നമുക്കൊന്ന് ഇടാം. ഓക്കെ, അപ്പം നന്നായിട്ട് ഇടഞ്ഞെടുത്തു. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നു. ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? പഴമാണ്. പഴം ഇതൊരു ബനാന ബ്രെഡാണ്. ബനാന എന്ന് പറയുമ്പോൾ നമ്മുടെ റോബസ്റ്റ പഴം, അതിൽ ഏറ്റവും പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ റോബസ്റ്റ വീട്ടിൽ വാങ്ങി വയ്ക്കുമ്പോൾ ആദ്യത്തെ ദിവസം വളരെ നല്ലതായിരിക്കും, രണ്ടാമത്തെ ദിവസം കുഴപ്പമില്ല, മൂന്നാമത്തെ ദിവസം അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊക്കെ കറുത്ത് നമുക്ക് കഴിക്കാൻ തോന്നില്ല. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഓവർ റൈപ്പാണ്, ശരിക്കും ഓവറായിട്ട് പഴുക്കും. അപ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക, അതിൻ്റെ ഒരു ടെക്സ്ചറേ മാറും. പക്ഷേ അത്തരം പഴമെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്, അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇങ്ങനെ 3 വലിയ പഴം അല്ലെങ്കിൽ ഒരു 4 ഇടത്തരം പഴം എടുത്തിട്ട് തൊലി കളഞ്ഞ് നമ്മൾ നന്നായിട്ട് പഴുത്തതാണല്ലോ ഇതെടുത്തിട്ട് നമ്മളൊന്ന് മിക്സി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ഉടച്ചാലും മതി, അല്ലെങ്കിൽ മിക്സിയിൽ ഒരടി അടിച്ച് കഴിഞ്ഞാൽ നല്ല പൾപ്പിയായിട്ട് വരും, അതിൻ്റെ ഒരു പേസ്റ്റ് പോലെ ആയി. പഴത്തിനെ ഒന്ന് പ്യൂറി ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മിക്സി ഉപയോഗിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്പൂണോ ഫോർക്കോ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഉടച്ച് മാഷ് ചെയ്തെടുക്കുക. അതും കൂടി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പഴവും നമ്മൾ മാഷ് ചെയ്ത് കൊണ്ട് വച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഒരു 100 ഗ്രാം വെണ്ണ, ഇപ്പോൾ റൂം ടെമ്പറേച്ചർ, അതായത് അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ്, ആ ഒരു ടെമ്പറേച്ചറിലുള്ള ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരത്തെ വെളിയിൽ വയ്ക്കുക. നല്ല സോഫ്റ്റ് ബട്ടർ, അതിനകത്തേക്ക് 100 ഗ്രാം, അതിനകത്തേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് സാധാരണ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡാണ്. ഈ ഒരു എന്താ പറയുക, വെണ്ണയും പൊടിച്ച പഞ്ചസാരയും കൂടി ചേർന്നിട്ടുള്ളൊരു മിക്സിങ്. അങ്ങനെ വെണ്ണയും പഞ്ചസാരയും കൂടി ചേർന്നുള്ള മിക്സിങ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി, നല്ലൊരു ലൈറ്റ് കളർ, അതായത് ഇളം നിറമായി മാറിക്കഴിഞ്ഞു, ഒരു ഇളം ക്രീം കളറായിട്ട് ക്രീമി ആയിട്ട് മാറി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട എന്ന് പറയുമ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് അടിക്കുക. എന്നിട്ട് ആ മുട്ടയും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ അതും യോജിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ പഴം അരച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉടച്ച് വെച്ചിരിക്കുന്ന ഒരു ഫോർക്ക് കൊണ്ടാണെങ്കിൽ നന്നായിട്ട് മാഷ് ചെയ്യുക, അതല്ലെങ്കിൽ മിക്സിയിൽ ഒരടി അടിക്കുക. ഇതൊരു കപ്പ് റോബസ്റ്റ മാഷ്ഡ് പ്യൂറി ചെയ്തത്, കണ്ടല്ലോ നല്ല ഇതായിട്ട് നല്ലൊരു ഫ്ലേവർ ഇപ്പോൾ കിട്ടും. ഇപ്പോൾ പഴവും ചേർത്ത് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി മാവ്. ഇത് നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന മാവാണ്. ഇത് ചേർത്തിട്ട് ഇത് ഒരുപാട് ഓവർ ബീറ്റിംഗ് ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്ലെൻഡറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒരു തടി ഉപയോഗിച്ചിട്ട് യോജിപ്പിച്ചു. കാര്യം ബ്ലെൻഡർ വെച്ച് ഒരുപാട് ബീറ്റ് ചെയ്ത് അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ ചെറുതായിട്ട് സാവധാനം യോജിപ്പിച്ചാൽ മതി. ഇനി എന്താണ്? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം യോജിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ. അല്പം പാല്, ഒരു 6 ടേബിൾ സ്പൂണോളം പാൽ എടുത്ത് വയ്ക്കുക ആവശ്യാനുസരണം. ഇപ്പോൾ 2, 3, അപ്പോൾ 4 നമുക്ക് ആദ്യം ചേർക്കാം. 4 ടേബിൾ സ്പൂൺ പാലും ചോക്കോ ചിപ്സ്. ഇതാണ് നമ്മളുടെ, അപ്പോൾ ബനാനയായി ചോക്കോ ചിപ്സ് ചേർക്കാൻ പോകുന്നു. ഇതാണ് ചോക്കോ ചിപ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ചോക്ലേറ്റിൻ്റെ ചെറിയ ചിപ്സിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അതൊരു 3/4 മുതൽ 1 കപ്പ് വരെ ആകാം, ഇഷ്ടാനുസരണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിലൊരു കാര്യം കൂടി ഉണ്ടല്ലോ, വാൾനട്ട്സ് ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്, അതും 1/2 കപ്പ്. ചിലർക്ക് വാൾനട്ട്സിൻ്റെ സ്വാദ് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് അത്ര ഇഷ്ടമല്ല. എനിക്കത്ര ഇഷ്ടമല്ല. പക്ഷേ വാൾനട്ട്സ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്, ചോക്കോ ചിപ്സിൻ്റെയും വാൾനട്ട്സിൻ്റെയും ബനാന നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി വാൾനട്ട്സ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം.
അതല്ല കുറച്ച് വില കൂടിയ സാധനമാണ് വാൾനട്ട്സ്, അത് വേണ്ടാന്ന് വെക്കാം. അല്ലെങ്കിൽ ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാഷ്യൂനട്ട് ആയാലും മതി, അതല്ല എന്നുണ്ടെങ്കിൽ ആൽമണ്ട്സ് ആകാം, ചെറുതായിട്ട് നുറുക്കിയത്, ബദാം, എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. വലിയ ബലമൊന്നും കൊടുക്കണ്ട, ഇതെല്ലാം കൂടി ഒന്ന് സാവധാനം എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ യോജിപ്പിക്കുക. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. മതി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാകും, ഇത് പൊങ്ങി വരുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നമുക്കിപ്പോൾ 2 മോൾഡിൽ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ 2 മോൾഡിലായിട്ട് ഞാനിങ്ങനെ ഒരു 1/4 ഭാഗം വരെ ആകാം, അത് പൊങ്ങി വരും. എന്തായാലും ഒന്ന് ലെവൽ ചെയ്തിട്ട് വെക്കും. അങ്ങനെ നമ്മൾ 2 ലോഫ്റ്റിനിലായിട്ട് നമ്മുടെ ആ ഡോ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടെ വലിയ ഒരു മോൾഡാണ്, ഇത് കുറച്ചുകൂടി കോമ്പാക്റ്റാണ്. അപ്പോൾ ഇത് 2 പൊങ്ങി വരട്ടെ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് കൂടുതൽ സമയം കൊടുക്കുക. ഒരു 180 ഡിഗ്രി ചൂടിൽ ഏതാണ്ട് 1 മണിക്കൂർ സമയത്തോളം എടുക്കും. ചിലപ്പോൾ ഒരു 45 to 60 മിനിറ്റ്സ്, ചിലപ്പോൾ ഇച്ചിരി കൂടെ കൂടുതൽ നോക്കാം നമുക്ക്. ഇത് രണ്ടും ഒരേ സമയം തന്നെ ഞാൻ എൻ്റെ ഇലക്ട്രിക് അവനിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചോക്കോ ചിപ്പ് ബനാന ആൻഡ് വാൾനട്ട് ബ്രെഡ് ഇവിടെ ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി കഴിഞ്ഞു. ഇനി കുറച്ച് വെയിറ്റിംഗ് ടൈം, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും, അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബനാന ബ്രെഡ് രണ്ടും കറക്റ്റായിട്ട് ബേക്കായി വന്നു കഴിഞ്ഞു. കണ്ടല്ലോ, ഇത് കുറച്ചുകൂടെ ചെറിയ മോൾഡിൽ കൂടുതൽ വെച്ചിരുന്നു, അപ്പോൾ അതിങ്ങനെ വന്നു. ഇത് കുറച്ചുകൂടെ വലിയ മോൾഡാണ്, അതിൻ്റെ പകുതിക്ക് താഴെയായിരുന്നു, അത് ഇത്രയും പൊങ്ങി. എന്തായാലും ഇത് പൊങ്ങി വരും. ഇത് സിലിക്കോൺ ഇതായതുകൊണ്ട് എളുപ്പമാണ് ഡീമോൾഡിങ് കണ്ടോ, ഞാൻ എന്ത് പെട്ടെന്ന് എടുത്തത്. നല്ല ചൂടാണ്. ഡീമോൾഡ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ ചോക്കോ ചിപ്പ് ബനാന ആൻഡ് വാൾനട്ട് ലോഫ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നല്ലതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് സ്ലൈസസ് ആയിട്ട് ഇങ്ങനെ ബ്രെഡ് മുറിക്കുന്ന മാതിരി മുറിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ബനാന ബ്രെഡ് ചോക്കോ ചിപ്പിൻ്റെ ആണ്. അത് കുറച്ച് വലിയൊരു ലോഫായിരുന്നു, അതിനെ ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടാണ് സ്ലൈസ് ചെയ്തത്. അതുകൊണ്ടാണ് എക്സാക്റ്റ് എന്താ പറയുക സ്ലൈസസ് ആവാത്തത്, സ്ക്വയർ ഷേപ്പ് മാതിരി ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കേക്കിൻ്റെ പീസുമാതിരി നല്ല ശരിക്കും പറഞ്ഞാൽ ധാരാളം ബ്ലാക്ക് കറൻസ്, അതായത് നമ്മുടെ കിസ്മിസ് പിന്നെ കറുത്ത മുന്തിരിങ്ങയൊക്കെ ഉണ്ടാക്കിയ ഒരു കേക്ക് മാതിരി തോന്നില്ലേ. ഇതെല്ലാം തന്നെ ചോക്ലേറ്റിൻ്റെ പീസസാണ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. അപ്പോൾ തയ്യാറാക്കുക, വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം കൊടുക്കുക. ഉണ്ടാക്കുന്ന വീട്ടമ്മയും കഴിക്കാതിരിക്കേണ്ട, തീർച്ചയായിട്ടും കഴിക്കുക. അപ്പോൾ പരീക്ഷിക്കുക.